ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണ് കാണിക്കണത് കേട്ടോ. നമുക്ക് വിരുന്നേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണല്ലോ നമ്മൾ ബ്രെഡ് പൊരി. അത് കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് മധുരത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കാണിക്കണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ട് ഒരു ശർക്കരയുടെ ഫുള്ളൊന്നും ചിരകി എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ശർക്കരയൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ആ പഴം ഒന്ന് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ റൗണ്ടിലോ അല്ലെങ്കിൽ ഒന്ന് നടു കീറിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. റൗണ്ടിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാ പഴം കേട്ടോ, നേന്ത്രപ്പഴം എടുക്കണം എന്നൊന്നുമില്ല. സാധാ നമ്മൾ മൈസൂരിപ്പഴം ഉണ്ടാവില്ല, ചെറിയ പഴം, അതെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഇതൊക്കെ ബ്രെഡാണ്. അപ്പോൾ ഈ ബ്രെഡിൻ്റെ ഈ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എത്ര ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കണം അതിൻ്റെയൊക്കെ ഈ നടുഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 10 ആണെങ്കിൽ 10 ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതിന് നമുക്ക് ആവശ്യമുണ്ട് ഈ നടുവിൻ്റെ ഭാഗങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ആ ഭാഗം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നിച്ച് തന്നെ ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ ഒരു 5 ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈ ബ്രെഡിൻ്റെ നടുവത്തെ വെള്ള ഭാഗമല്ലേ, അതൊക്കെ ഒന്ന് ഒരു ചെറിയ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് പൊടിച്ചെടുക്കുക. ഒരു കുണ്ടുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾ 10 ബ്രെഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ 2 മുട്ട തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. മുട്ടൻ്റെ എണ്ണ അങ്ങനെ കൂട്ടൊന്നും വേണ്ട. പിന്നെ ഇതിക്ക് നമ്മൾ ചിരകിയെടുത്ത ശർക്കരയിൽ നിന്ന് 1 സ്പൂണും കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനൊരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് പാൽ ആദ്യം ഒരു കയ്യിൽ പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ ബ്രെഡ് പൊടിച്ചത് ഉണ്ടാവില്ലേ, അത് ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ബ്രെഡിൻ്റെ ഈ പൊടി ഇടുമ്പോൾ ഈ പാലൊന്നിങ്ങനെ പാലൊഴിച്ച മുട്ടൻ്റെ മിക്സ് ഒന്നും ഇങ്ങനെ ടൈറ്റായി വരും. അപ്പോൾ നല്ല ടൈറ്റാണ് തോന്നുകയാണെങ്കിൽ പിന്നെയും പാലൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയുള്ള എല്ലാതും റെഡിയായി. ഇനി നമുക്കിത് ഉണ്ടാക്കുക എങ്ങനെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നെയ്യ് എടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് നെയ്യില്ല എണ്ണയാണെന്നുള്ളത് എങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് ഇതൊക്കെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ പഴം നമ്മൾ നുറുക്കിയെടുത്തില്ല, അത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത പഴമൊക്കെ ആണെങ്കിൽ കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ മുട്ടൻ്റെ ഇതൊക്കെ മിക്സ് ഉണ്ടാക്കിയില്ലേ, അത് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിന്മേ മേൽഭാഗത്ത് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ഞാൻ കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എണ്ണ എടുക്കണമെങ്കിൽ എണ്ണ ഒന്നിങ്ങനെ തെളിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടണം. ഇനി നമ്മൾ തിരിച്ചിട്ടതിൻ്റെ മേലെ കൂടി നമ്മൾ ചിരകിയെടുത്ത ശർക്കര അല്ലേ, അതൊന്നും ഇങ്ങനെ വെതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കുക. ഒരു 1 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി, കൂടുതലൊന്നും അടച്ചു വെക്കണ്ട. അടിഭാഗം ഒന്നും ഇങ്ങനെ മുരിഞ്ഞ് വരാൻ. എന്നിട്ട് പിന്നെ നമുക്കിത് എടുക്കാം. ഇത്രേ ഉള്ളൂ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ടത്. അപ്പോൾ അത് റെഡി ആയിട്ട് കണ്ടില്ല, നല്ല രസം ഉണ്ടായിരുന്നിട്ട്. അത് കാണാൻ നല്ല രസമാണ്, തിന്നാനും നല്ല രസമാണ്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വിരുന്നേരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ 2 ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ 2ലും ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഉണ്ടാക്കിയാൽ മതി. ഇല്ലെങ്കിൽ വലിയ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ 3, 4 ഒപ്പം ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇനി എല്ലാവരും പഴവും മുട്ടയും ബ്രെഡും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല രസമാണ് തിന്നാനൊക്കെ. അപ്പോൾ ചൂടോടുക്കനെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.